അരുൺ, ഒരു നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ വലിയ ആയുധങ്ങൾക്ക് ഒരു പ്രതിരോധം, ഒരു പിടിവള്ളി എന്ന രീതിയിൽ മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ADGP-യെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയെന്ന് പറയുമ്പോൾ ഇന്റലിജൻസ് മേധാവിയെ മനോജ് എബ്രഹാമിന് അധിക ചുമതലയാണോ നൽകിയത്? അദ്ദേഹം തന്നെ ഇതിലേക്ക് ആ പദവി വഹിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. അതിലൊക്കെ ഒരു വ്യക്തത ഈ ഉത്തരവിലുണ്ടോ അരുൺ? ഈ രണ്ട് പദവികളും ഒരുമിച്ച് ADGP മനോജ് എബ്രഹാമിന് വഹിക്കാൻ കഴിയില്ല. അതിന് കാരണം വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ചുമതലകളാണ് രണ്ടും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP. അതായത് ഓരോ നിമിഷവും സംസ്ഥാനത്തെ ക്രമസമാധാന ബന്ധപ്പെട്ട കാര്യങ്ങൾ മോണിറ്റർ ചെയ്യേണ്ട ഉദ്യോഗസ്ഥനാണ്. കൃത്യമായ കാര്യങ്ങൾ സർക്കാർ ധരിപ്പിക്കേണ്ട ഉദ്യോഗസ്ഥനാണ്. ക്രമസമാധാനം ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗസ്ഥനാണ്. അത്തരം ഉദ്യോഗസ്ഥർ പൂർണ്ണസമയ ചുമതല തന്നെ വേണം. അതുകൊണ്ട് രണ്ട് പദവികളും കൂടി അങ്ങനെ ഉദ്യോഗസ്ഥർക്ക് നൽകാറില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് സഭാ സമ്മേളനം ചേരുന്ന ഘട്ടമാണ്. സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ അതിനുള്ള മറുപടി തയ്യാറാക്കേണ്ട ഏകോപനം കൂടി ആ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മനോജ് എബ്രഹാമിന് ഇന്റലിജൻസ് മേധാവി സ്ഥാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് സംസ്ഥാനത്തെ കൃത്യമായ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടെത്തി സർക്കാരിനെ അറിയിക്കുക, സർക്കാരിനെതിരായ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, സർക്കാരിന് വിരുദ്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട ചുമതലയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. രണ്ട് പദവിയും കൂടി ഒരാൾക്ക് നൽകില്ല. മനോജ് എബ്രഹാമിന് പകരം പദവി നൽകുന്നത് വരെ അദ്ദേഹത്തിന് ആ പദവിയിൽ, അല്ലെങ്കിൽ പകരം ആളെ ഇന്റലിജൻസിലേക്ക് വരുന്നത് വരെ അദ്ദേഹത്തിന് അവിടെ തുടരേണ്ടി വരും. ADGP-മാരുടെ എണ്ണക്കുറവ് ഒരു പ്രശ്നമാണ് സർക്കാരിന്. അതുകൊണ്ട് തന്നെ പുതിയ ഇന്റലിജൻസ് മേധാവി തീരുമാനിച്ചു രണ്ട് പദവികളിലും മനോജ് എബ്രഹാം തുടരട്ടെ എന്നാണ് സർക്കാർ തീരുമാനമെങ്കിൽ അത് വലിയൊരു ജോലി അദ്ദേഹത്തിന് മാറും. പ്രത്യേകിച്ചും അജിത് കുമാർ ശക്തനായ ശേഷം പോലീസ് സേനയിൽ അത്ര പകിട്ടില്ലാത്ത സ്ഥാനത്തിരുന്നുകൊണ്ട് ഇന്റലിജൻസ് മേധാവിയാണെങ്കിൽ പോലും ആ രണ്ടാം എന്ന സ്ഥാനം പൂർണ്ണമായും MR അജിത് കുമാർ കൈയടക്കുകയായിരുന്നു. MR അജിത് കുമാറിന് സ്വതന്ത്രമായ ഒരു ഇന്റലിജൻസ് സംവിധാനം തന്നെ പോലീസിലുണ്ടെന്ന വിമർശനങ്ങൾ പോലീസിനുള്ളിൽ തന്നെയുണ്ട്. അത്തരമൊരു പദവിയിൽ നിന്നാണ് ഇപ്പോൾ വീണ്ടും മനോജ് എബ്രഹാം വളരെ നിർണായകമായ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്. നമുക്കറിയാം അജിത് കുമാറും മനോജ് എബ്രഹാം തമ്മിലുള്ള പോലീസിനുള്ളിലെ പോലെ വളരെ പ്രശസ്തമാണ്, അല്ലെങ്കിൽ അത് കുപ്രസിദ്ധമാണ്. അത്തരത്തിലുള്ള രണ്ട് ഉദ്യോഗസ്ഥർ തമ്മിലാണ് ഇപ്പോൾ ആ രീതിയിൽ കൂടി മനോജ് എബ്രഹാം സുപ്രധാന പദവിയിലേക്ക് വരുന്നു. അദ്ദേഹം ഏതായാലും ഈ പദവി വിട്ടുമാറാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ കൂടി താല്പര്യപ്രകാരമായതുകൊണ്ട് തന്നെ അദ്ദേഹം ക്രമസമാധാന ADGP പദവി വളരെ വേഗം ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഇങ്ങനെ തടസ്സങ്ങൾ കൂടി അതിന് അദ്ദേഹത്തിന് ഉണ്ട്. വൈകാതെ അത്തരം കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും സഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കുമ്പോൾ സർക്കാരിന് മുന്നിൽ നിരവധി വെല്ലുവിളികളുണ്ട്. നിരവധി വിഷയങ്ങൾ സർക്കാരിന് പ്രതിപക്ഷത്തിന് മുന്നിൽ മറുപടി പറയേണ്ടതായും ബാക്കിയുണ്ട്. സഭയിൽ നിന്ന് പ്രതിപക്ഷം കൊണ്ടുവരുന്നത് തന്നെ മലപ്പുറം ബന്ധപ്പെട്ട വിവാദമാണ്. ദ ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ചേർത്തു എന്ന വിവാദം, അത് മുഖ്യമന്ത്രി അറിവോടുകൂടിയാണ് എന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ട് PRANCക്കെതിരെ നടപടിയെടുക്കുന്നില്ല, എന്തുകൊണ്ട് അവിടെ ആ സമയത്ത് സാന്നിധ്യത്തിലുണ്ടായിരുന്ന PR ഏജൻസിയുടെ തലവനെതിരെ നടപടിയെടുക്കുന്ന ചോദ്യമൊക്കെ പ്രതിപക്ഷം സഭയിൽ ഉയർത്തും. സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായാകും വിഷയം കൊണ്ടുവരിക. ഏതായാലും കലുഷിതമായൊരു സഭാ നടപടികൾക്കാകും ഇന്നു മുതൽ ഉള്ള 8 ദിവസം സാക്ഷിയാകുക എന്നത് ഏറെക്കുറെ ഉറപ്പാണ്.